പാകിസ്ഥാനിൽ താലിബാന്റെ ഭീഷണി ശക്തമായ സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി നവാസ് ഷെരീഫ് സമാധാന ശ്രമങ്ങൾക്ക് തുടക്കം കുറിച്ചത്. ചർച്ചയുടെ വിഷയങ്ങൾ തീരുമാനിക്കാൻ ആദ്യഘട്ട കൂടിയാലോചനകൾ തുടങ്ങാനിരിക്കുകയായിരുന്നു. അതിനിടെയാണ് 4 വർഷം മുൻപ് തട്ടിക്കൊണ്ടുപോയ 23 പാക് സൈനികരെ തലയെറുത്തുകൊന്ന വിവരം പാക് താലിബാനിലെ ഒരു വിഭാഗമായ മുഹമ്മദ് പുറത്തുവിട്ടത്. കൊലപാതക വാർത്ത വന്നതോടെ ഇനിയൊരു ചർച്ചയ്ക്കും പ്രസക്തിയില്ലെന്ന് മധ്യസ്ഥ സംഘത്തിലെ സർക്കാർ പ്രതിനിധി इरफान सिद्दीकी व्यक्तमाकी। हमें भी मेहमान एजेंसी के इस वाक़े पर अफसोस है और अगर मुश्तरक इजलास होता तो हम बाहम मिलकर तहकीकात करने और इस तरह के वाक़यात की रोकथाम और मुल्क में अमन की मुकम्मल बहाली के लिए सर जोड़ कर बैठते। എന്നാൽ മുഹമ്മദ് താലിബാന്റെ നടപടിയെക്കുറിച്ച് കേന്ദ്ര സംഘടനയായ തഹ്രീക്കെ താലിബാൻ ഒന്നും പ്രതികരിച്ചിട്ടില്ല. ഇവർ നിലപാട് വ്യക്തമാക്കിയ ശേഷമേ ഇനി സമാധാന നീക്കമുള്ളൂ എന്ന നിലപാടിലാണ് പാക് സർക്കാർ. ന്യൂസ് ഡെസ്ക് മീഡിയ 1.